accelerate. This thing you move. If you want to go to the front, you move to the front. If you accelerate, going back, you engage the back end. നമ്മളിപ്പോ എവിടെയാണ്? ഫാരോ ഫാരോ. അവിടേക്ക് നടന്നു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ലിസ്ബണിലെ ഓറിയന്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. 2 ദിവസത്തെ ലിസ്ബൺ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ ഫാരോ എന്ന് പറയുന്ന ഒരു നഗരത്തിലേക്കാണ് പോകാൻ പോകുന്നത്. ഫാരോ എന്ന് പറയുമ്പം ഒരുപാട് മനോഹരമായ സ്ഥലങ്ങളും ബീച്ചുകളും ഒക്കെ ഉള്ള ഒരു നഗരമാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണാം. വെൽക്കം ടു എ വാക്ക് വിത്ത് KP ബൈ ദർശന. ലിസ്ബണിൽ നിന്നും ഫാരോയിലേക്ക് ഏകദേശം 3 മണിക്കൂർ ബസ് യാത്രയാണുള്ളത്. ബസ് ടിക്കറ്റൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ ഓൺലൈനായി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബസ്സിൽ കയറി കുറച്ചു ദൂരം ചെന്നപ്പോഴാണ് ഈ പാലം കാണുന്നത്. ഇതിലൊരു പ്രത്യേകതയുണ്ട്. ഈ പാലമാണ് ലിസ്ബണിലെ വാസ്കോഡ ഗാമ ബ്രിഡ്ജ്. ഇത് യൂറോപ്പിൽ തന്നെ ഏറ്റവും വലിയ ബ്രിഡ്ജാണ്. ഏകദേശം 17.2 കിലോമീറ്ററാണ് ഇതിന്റെ നീളം. വാസ്കോഡ ഗാമയുടെ ഇന്ത്യൻ കപ്പൽ യാത്രയുടെ 500 വർഷം കംപ്ലീറ്റ് ആക്കിയതിന്റെ ഓർമ്മയിൽ 1998 ഇത് ഓപ്പൺ ചെയ്തത്. ഭൂമി കുലുക്കവും 250 കിലോമീറ്റർ വേഗത്തിൽ വരെ വീശുന്ന കാറ്റിനെ പ്രതിരോധിക്കുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 15 മിനിറ്റ് എടുത്താണ് ഈ പാലത്തിന്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് എത്തിയത്. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഫാരോയിലെത്തി. രാവിലെ കാര്യമായൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. മെക്ഡൊണാൾഡ്സിൽ കയറി ഫുഡ് കഴിച്ചിട്ട് റൂമിൽ ചെക്ക് ഇൻ ചെയ്യാമെന്ന് കരുതി. ഒരു 10 മിനിറ്റേ നടക്കാനുണ്ടായിരുന്നുള്ളൂ റൂമിലേക്ക്. ലിസ്ബണിലെ പോലെ കയറ്റങ്ങളും ഇറക്കങ്ങളും ഇവിടെയില്ല. നിരപ്പായ സ്ഥലമാണ്. പക്ഷേ ഒരു സിമിലാരിറ്റി കണ്ടത് ലിസ്ബണിലെ പോലെ ഇവിടെയും നടക്കുന്ന വഴിയെല്ലാം ചെറിയ ചെറിയ ടൈൽസ് ആണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഹോട്ടൽ ചെക്കിനൊക്കെ കഴിഞ്ഞ് ഫാരോ കാണാനായി ഇറങ്ങി. ഇവിടെ 2 ദിവസമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ദിവസം ഇവിടെയൊക്കെ ഒന്ന് കറങ്ങുക. നാളെ ഒരു ടൂർ ഗൈഡിന്റെ കൂടെ ഹൈക്കിംഗ്, ബീച്ച് എക്സ്പ്ലോറിംഗ് ഒക്കെയാണ് പ്ലാൻ. ഫാരോ ശരിക്കും ഒരു സമ്മർ ഡെസ്റ്റിനേഷനാണ്. ഞങ്ങൾ വന്നത് വിന്ററിലും, അതുകൊണ്ട് വളരെ ക്വയറ്റായിരുന്നു. നമ്മളിപ്പോ എവിടെയാണ്? ഫാരോ ഫാരോ. ഒരു മിനിറ്റ്. Today's gonna be the day that I'm gonna turn it back to you. Right now, you should somehow realize what you gotta do. I don't believe it. പ്രാക്ടീസ് ചെയ്യാം. കുറച്ചു ദൂരം നടന്നതിന് ശേഷം ഇനി ഒരു ബോട്ട് റൈഡ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ബോട്ട് ടൂർസിന്റെ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്തു. ഒരുപാട് ബോട്ട് ടൂർ ഏജൻസികൾ ഇവിടെയുണ്ട്. പക്ഷെ അവിടെയൊന്നും വലിയ തിരക്കില്ല. ഒരാൾക്ക് 30 യൂറോയാണ് ഏകദേശം 1 മണിക്കൂർ ബോട്ട് ടൂറിന്. ആക്ച്വലി ഇതൊരു സൺസെറ്റ് ടൂറാണ് ഞങ്ങൾ എടുത്തത്. പക്ഷേ വേറെയും ടൂർസ് ഉണ്ട്. ഐലൻഡ് ബോട്ട് ടൂർസ്, ഡോൾഫിൻ ബോട്ട് ടൂർസ്, അങ്ങനെയൊക്കെ. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഗൈഡിന്റെ അടുത്ത് പോയി. അയാൾ ഞങ്ങളെയും കൂട്ടി ബോട്ട് യാർഡിലേക്ക് നടന്നു. പെട്രോ എന്നാണ് ആളുടെ പേര്. അത്യാവശ്യം നല്ലോണം സംസാരിക്കുന്ന ആളാണ്. ഇംഗ്ലീഷും നല്ലോണം പറയും. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് യാത്ര തുടങ്ങി. That's why we had to lower the structure. At the moment, I don't have any space to go.
Olha, vai ver o Instagram. Vai ver o que eu te mandei no Insta. Vai ver o Instagram. O que eu te mandei a ti. തമി അവൻ ഭയങ്കരമാ വളർന്നു പോയി വളർന്നിട്ടാ വളർന്നാച്ചിപ്പോ Is your first time? Sir. പെട്രോ ആദ്യം ഞങ്ങൾക്ക് കുറച്ച് സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ പറഞ്ഞു തന്നു. പിന്നെ മൊത്തത്തിലുള്ള ടൂറിന്റെ മാപ്പും കാണിച്ചു തന്നു. കാലാവസ്ഥ കണ്ടിട്ട് സൺസെറ്റ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ പെട്രോ പറഞ്ഞു, നമുക്ക് എന്നാ ഒരു ഐലൻഡ് പോകാം, ജസ്റ്റ് കണ്ടിട്ട് വരാം. ശരിക്കും ഇത് ടൂർ പ്ലാനിൽ ഇല്ലാത്തതാണ്, ബട്ട് സൺസെറ്റ് ഇല്ലാത്തത് കൊണ്ട് ഐലൻഡ് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ബോട്ട് ഫൈനലി ഐലൻഡിലെത്തി. പ്രയാഡി ഫാരോ എന്നാണ് ഈ ഐലൻഡിന്റെ പേര്. ഇവിടെ വെറും 200ഓളം പേര് മാത്രമേ താമസിക്കാറുള്ളൂ എന്നാണ് കേട്ടത്. ഈ ഐലൻഡിലേക്ക് ഫാരോയിൽ നിന്നും റോഡ് വഴിയും വരാമെന്നാണ് പെട്രോ പറഞ്ഞത്. എന്തായാലും സമ്മറിൽ ഇവിടെ നല്ല തിരക്കാണ്, ഇപ്പോൾ വളരെ ക്വയറ്റുമാണ്. എങ്കിലും ഈവനിങ്ങിൽ ഇവിടെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. എന്തായാലും കുറച്ചു നേരം അവിടെയൊക്കെ കണ്ട ശേഷം തിരിച്ച് ബോട്ടിൽ കയറി. അങ്ങനെ പെട്രോ ഞങ്ങൾക്ക് ബോട്ട് ഓടിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്നു. Okay. This is the gauge to the back. Okay. Can you take a seat now? To accelerate. This thing you move. If you want to go to the front, you move to the front. If you accelerate, going back, you engage the back and you move to the back. Okay. So we drive about. Then you have this thing. This is the trim is to change the angle. What the engine is going to work with about. Okay, for example, if I lift my engine, I'm going to lift the front of the boat as well. And this is not as efficient because instead of planing through the water, you are going to push water. We create even more weight. Okay? Okay. Then you have the planing. You need to get this into a specific level where you can accelerate. I'm going to show you. You're going to see the front of the boat coming out of the water. When you get planing, you need to put it lowering. And now, what is happening when the boat gets planed? Instead of giving water, you are running on top of it. The water gets harder, so it pushes the boat without allowing it to sink. So instead of pushing water, you are spending gasoline to move it forward. On a boat, the big problem. പറയുന്നതൊക്കെ കേട്ടപ്പോൾ എല്ലാം എളുപ്പമായി തോന്നിയെങ്കിലും ബോട്ട് ഓടിക്കുന്നത് അത്ര എളുപ്പമല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ തിരിച്ചു വീണ്ടും ബോട്ട് യാർഡിലെത്തി. അപ്പോഴേക്കും ഇരുട്ട് തുടങ്ങിയിരുന്നു. ഇനി ഫാരോയിലെ ഓൾഡ് ടൗൺ ഏരിയയൊക്കെ കാണാമെന്ന് കരുതി നടന്നു. ലിസ്ബണിലെ പോലെ ഫാൻസി ബിൽഡിങ്സ് ഒന്നും ഇവിടെ കണ്ടില്ലെങ്കിലും ചെറിയ നല്ല വൈറ്റ് കളറിലുള്ള ബിൽഡിങ്സ് ആണ് കൂടുതലും. അതുപോലെ ലിസ്ബണിലെ ടൂറിസ്റ്റുകളുടെ തിരക്കൊന്നും ഇവിടെയില്ല. എന്തായാലും ഇപ്പോഴല്ല ഫാരോ വിസിറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അങ്ങനെ ഫാരോയിലെ ഓൾഡ് ടൗൺ ഒക്കെ നടന്നു കണ്ടു. ചില സ്ഥലങ്ങളൊക്കെ നല്ല മോഡേൺ സ്റ്റൈലാണ്, ബട്ട് ചില സ്ഥലങ്ങളൊക്കെ പഴയതുമാണ്. എന്തായാലും വിശക്കാൻ തുടങ്ങി. റൂം ചെക്ക് ഇൻ ചെയ്തപ്പോൾ അവിടുത്തെ റിസപ്ഷനിസ്റ്റിനോട് ഇവിടുത്തെ നല്ല ഫുഡ് കഴിക്കാൻ പറ്റിയ റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് ചോദിച്ചു വെച്ചിരുന്നു. കോണ്ടിനോ എന്നാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അങ്ങനെ അങ്ങോട്ട് പോകാമെന്ന് കരുതി. അവിടെ എത്തിയപ്പോൾ ഒരുപാട് ആളുകൾ അകത്തും പുറത്തും ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ അവിടുന്ന് ഒരു അൽഗാഷ് സീ ഫുഡ് റൈസ് പറഞ്ഞു. ഏകദേശം 25 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഫുഡ് വന്നത്. കണ്ടപ്പോൾ തന്നെ ഞെട്ടി, ഇതെന്താ ഇത്ര വലിയൊരു ചരിവം. ബട്ട് അത് തുറന്നു നോക്കിയപ്പോഴോ കഞ്ഞി പോലൊരു ഫുഡ്. ബട്ട് കഴിച്ചു തുടങ്ങിയപ്പോൾ ശരിക്കും ഇഷ്ടമായി. ഒരുപാട് മത്സ്യവിഭവങ്ങളുള്ള ഒരു ഭക്ഷണം. ശരിക്കും വയറും മനസ്സും നിറഞ്ഞു. അങ്ങനെ ഫുഡൊക്കെ ശരിക്കും ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ ഫോണിലൊരു മെസ്സേജ്. ഞങ്ങൾ രണ്ടാളും ശരിക്കും നിരാശരായി. ഇനിയിപ്പോൾ എന്താണതെന്ന് അടുത്ത വ്ലോഗിൽ പറയാം.